സുഖദുഃഖ സമ്മിശ്രമാണ് മനുഷ്യ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ നൊമ്പരങ്ങൾ, വേദനകൾ, വിശേഷിച്ച് അപ്രതീക്ഷിതമുണ്ടാകുന്ന പ്രതിസന്ധികൾ നേരിടുമ്പോൾ തളർന്നു പോകുന്നവരാണ് നമ്മിൽ പലരും. ഇയ്യോബ് എന്ന മനുഷ്യനെ കുറിച്ച് വേദപുസ്തകത്തിൽ നാം കാണുന്നു. തൻ്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടുന്നു, തൻ്റെ 10 മക്കൾ മരണമുഖാന്തരം മാറ്റപ്പെടുന്നു, താൻ തന്നെ ഒരു മഹാരോഗിയായി തീരുന്നു. തൻ്റെ ഭാര്യ വന്ന് പറയുകയാണ്, നിന്റെ വിശ്വാസം ഉപേക്ഷിച്ച് നിനക്ക് മരിച്ചുകൂടെയോ? തന്നെ ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതന്മാർ പോലും തന്നെ കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത്. ആ സ്നേഹിതന്മാരെ കുറിച്ച് ഇയ്യോബ് പറയുന്നത് വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ എന്നാണ്. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ വേദനയേറ്റ അനുഭവിച്ച, നൊമ്പരം അനുഭവിച്ച ഇയ്യോബ് എങ്ങനെയാണ് പ്രതിസന്ധികളെ തരണം ചെയ്തത്, പ്രതിസന്ധികളെ ആശ്വാസം കണ്ടെത്തിയത്? ഒന്ന്, തൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ താൻ സ്വയം ശ്രമിക്കുന്നതിലുപരിയായി ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചു, ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിച്ചു. 2, ദൈവം അറിഞ്ഞും അനുവദിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ സ്വയം അനുഭവിക്കണമെന്നും അത് സഹിപ്പാൻ ആവശ്യമായ കൃപ ദൈവം തരുമെന്നും താൻ പൂർണ്ണമായി വിശ്വസിച്ചു. ഇയ്യോബിന്റെ ചരിത്രത്തിൽ നാം കാണുന്നു, തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇയ്യോബിന് മടക്കി നൽകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, സഹിപ്പാൻ കഴിയാത്ത നൊമ്പരത്തിലൂടെ, വേദനയിലൂടെ, പ്രതിസന്ധിയിലൂടെയാണ് താങ്കൾ കടന്നു പോകുന്നുവെങ്കിൽ സ്നേഹത്തോടെ പറയട്ടെ, ദൈവം താങ്കളെ അറിയുന്നു, ദൈവം താങ്കളെ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ പക്കൽ സകല പ്രതിസന്ധിക്കും മറുപടിയുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കൂ, ദൈവത്തിൽ വിശ്വസിക്കൂ. ഓരോ ദിവസവും ജീവിക്കാൻ ആവശ്യമായ കൃപ ദൈവം താങ്കൾക്ക് നൽകി തരും. താങ്കളുടെ ജീവിതത്തെ ഒരു സാക്ഷ്യമാക്കി അത്ഭുതമായി മാറ്റുവാൻ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.